കേരളത്തിൽ ആരും കൊടുക്കാത്ത വിലക്ക്, കേരളത്തിൽ ആരും കൊടുക്കാൻ പറ്റാത്ത വണ്ടി. സ്റ്റാർലൈറ്റ് പറഞ്ഞോ കാണിച്ചു കൊടുക്കാം. അത് കാണണം, രാത്രി ഫുള്ള് സ്റ്റാറിലാക്കി സ്പേസ് പോയ മാതിരി ഉണ്ടാവും. ഇത് നമ്മളെ കിളിക്കുഞ്ഞ് പച്ചക്കിളി, ഇത് പച്ചക്കിളി തത്തക്കുട്ടി 2018 സിംഗിൾ ഓണർ വണ്ടി. ഇപ്പൊ 48,500 പറഞ്ഞല്ലോ സർവീസ് ചെയ്തുള്ളത്. ഒരു ക്ലെയിമും ഇല്ല. എനിക്കൊരു 5,000 ഒരു 5,000 കോമൺ ആയിട്ട് ഒരു 5,000 തന്നേക്ക് ഒരു ആവശ്യത്തിന് വിളിച്ചു ജംഷിക്ക ആ സ്ഥലത്തിന്റെ അതിരും നമ്മൾ നോക്കി തരണം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് സിറ്റി ലക്സില് ജംഷീർ ഖാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കിളിക്കുഞ്ഞ് ജംഷീർ ഖാൻ. കിളിക്കുഞ്ഞ് എന്റെ പേരത്തേക്കാണ്. ഇപ്പത്തെ കിളിക്കുഞ്ഞ് പഴയ കിളിക്കുഞ്ഞ് രണ്ട് കിളിക്കുഞ്ഞാ. ഈ കിളിക്കുഞ്ഞ് അമ്പക പട്ടിട്ടില്ല. നമ്മള് സംഭവം ഇപ്പൊ ആരൊക്കെ പറയാം, കിളിക്കുഞ്ഞുങ്ങൾ ബാക്കോട് എടുത്ത് നോക്കിയാൽ കിളിക്കുഞ്ഞ് ഞാട്ട സാധനമാണ്. അത് ഇട്ട് അരുൺ സ്മോക്കി ഇട്ടപ്പോൾ ഫുള്ളായിട്ട് വന്ന് അങ്ങനെ ചെക്ക് ചെയ്യാം. ഇരുന്ന് ചെക്ക് ചെയ്തു. ഇപ്പൊ തന്നെ ഞാൻ ബെഡ് വെച്ചാല് ചെക്ക് ചെയ്യാം. എവിടെ നമ്മടുത്തുണ്ടല്ലോ ഇപ്പത്തെ കിളിക്കുഞ്ഞ് പറഞ്ഞാല്. പിന്നെ അങ്ങനെ എല്ലാരും കണ്ട് നിങ്ങൾ ഇതാക്കണ്ട, എല്ലാരും ആ കാറ്റഗറിയിലേക്ക് വിളിക്കണ്ട. ആ കിളിക്കുഞ്ഞ് പറഞ്ഞിട്ട് ആ ഡീലർമാരെ കളിയാക്കുന്ന വീഡിയോ കണ്ട് ആരാവട്ടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ആ പത്രത്തിലിടണ്ട. ആ പത്രത്തിലില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഏത് ബിസിനസ് ആവട്ടെ നല്ല ചീത്ത വെക്കുന്ന ആൾക്കാരില്ലേ. നമ്മൾ എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടികളാണ്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയും ചെയ്യും. ഒരു പരിക്കുള്ള വണ്ടികളില്ല. പരിക്കുള്ള എന്താ വെച്ചാൽ മാറി നമ്മൾ പറയും ചെയ്യും. പറഞ്ഞുള്ള ബിസിനസ്സേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, 4 ഉറുപ്പിന്റെ ബെൻസ് എടുത്തിട്ട് അത് നേരെ പോയി കമ്പനി കയറ്റി ഷോറൂമിൽ കയറ്റുമ്പോൾ അതിന് പണി 4 ഉറുപ്പ് ഉണ്ടാവും. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ലോജിക്ക് ഉണ്ട് അതിനകത്ത്. എന്ത് ലോജിക്കാണുള്ളത്? 4 ഉറുപ്പിന്റെ ഉന്തണ ബെൻസ് എടുത്തിട്ട് പിന്നെ കമ്പനി കയറ്റി കാര്യമുണ്ടോ? അതിന് 5 ചിലവാക്കേണ്ടില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എന്തായാലും പറഞ്ഞ സമയത്ത് ഈ മേജർ ആക്സിഡന്റ് ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് വെറുതെ നമ്മൾ ചെറിയ അത് മാറി ഇത് മാറി അത് മാറി എന്ന് പറയണ്ട. ഇതൊക്കെ വാങ്ങിയിട്ട് പൈസ തിന്നണ്ടേ? ഇതൊക്കെ വാങ്ങിട്ട് പൈസ എന്തിനാ നമ്മൾ ആ ശാപം വാങ്ങുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. മേജർ എന്ന് വെച്ചാൽ എല്ലാവരോടും പറയുന്നതാണ് ചേസ് കട്ടാവുക, അപ്രോൺ പോവുക, ഇതൊക്കെ മേജറിൽ പെട്ടാണ്. പിന്നെ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞ സംഭവം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം. അതെ അതെ. ചില ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞും കാര്യമില്ല. ഒരു അങ്ങനത്തെ ബിസിനസ് ചെയ്യുള്ളൂ. അപ്പൊ ഓരെന്താ വെച്ചാൽ വില കുറച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ ആകർഷിച്ച് കഴിയുമ്പോൾ വരും. ഇത് വാങ്ങിട്ട് പെടുന്ന ആൾക്കാർ പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റൂല. ഷോറൂമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വില കുറവുണ്ടെങ്കിൽ അതിനെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. എന്താ സംഭവം എന്നുള്ള അവരോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ് വില കുറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അവർ കാര്യം പറഞ്ഞുതരും. അത്രയും വില വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് റേറ്റ് പകുതി വിലക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ആ പകുതി വിലക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അത് വേണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മളിപ്പോ ഒരു വണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ മാർക്കറ്റിൽ നിൽക്കുന്ന വണ്ടി ഒരാൾ 13 ചെയ്യാന്നിരിക്കുക. നമ്മൾ അതിന് വിളിക്കേണ്ട ആവശ്യമില്ല. അതിന് ഹിഡനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എല്ലാവരും അത് അത്ര താല്പര്യപ്പെട്ട് വിളിക്കുന്ന ആളാണ്. ആ ഹിഡനായിട്ടുള്ള കാര്യം എന്താ ചോദിച്ചറിയാം. അപ്പൊ കമ്പനി പോയി ചെക്ക് ചെയ്ത് ചിലവ് മനസ്സിലാവൂല. പുറത്തുനിന്ന് വർക്കെടുത്താണെങ്കിലോ അങ്ങനെ വരുന്ന സമയത്താണ് ഈ പുറത്തുള്ള ആൾക്കാർ വന്ന് നോക്കുമ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ചെക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഈ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ വണ്ടിക്ക് വില ഇടണമെന്നാ പറഞ്ഞത്. നമ്മളെ വണ്ടിക്ക് അവർ വില കൂടി പറഞ്ഞു വണ്ടിക്ക് ബിസിനസ് ബാധിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഫീൽഡല്ല, എല്ലാ ഫീൽഡിലും കൊള്ളക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അവനവന്റെ ഭാഗം അവനവൻ സേഫ് ആക്കി ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും കമ്പനി കാണിച്ച് ഹിസ്റ്ററി എടുത്ത് ആക്സിഡന്റിൽ ചെക്ക് ചെയ്ത് എടുക്കുകയാണ് ഏറ്റവും എല്ലാവർക്കും. അതും കൂടെ എടുക്കും. അതെ, അതും കൂടെ എടുത്താൽ ബെറ്ററായി. ഓക്കെ, അപ്പോൾ ജംഷീഖറിന്റെ വണ്ടി എന്തായാലും കിളിക്കുഞ്ഞ് എന്റെ വണ്ടി ഏറെക്കുറെ 99.9 ആണ്. 100 അല്ല, 99.9. ആരുമില്ല 100 ഇവിടെ. ഈ ദുനിയാവിൽ പടച്ച ഒരു സാധനം 100 ഇല്ല. ആരുണ്ടോ? ഒരാളും ഇല്ല. വാ മോനെ. സിറ്റി ലക്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതെ അതെ അതെ. ആദ്യം നമുക്ക് ചെറുതിൽ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ ചെറുത് കാണിക്കാൻ പറ്റില്ല. ചെറുതും വേണ്ടേ, ചെറുതും കാണണ്ടേ. ചെറുത് തുടങ്ങാം നമുക്ക്. സെലറിയാണ് 2023 മോഡൽ കിളിക്കുഞ്ഞ് വണ്ടി. 23 മോഡൽ കിളിക്കുഞ്ഞ് ZXL പ്ലസ്. ടോട്ടൽ നിങ്ങൾ ആക്കേണ്ടി വരും. ഇപ്പം ആയിട്ടില്ല. 23 ZXL പ്ലസ് മാനുവൽ 60,000 കിലോമീറ്റർ ഓടി വണ്ടി. കേരളത്തിൽ ആരും കൊടുക്കാത്ത വിലക്ക്, കേരളത്തിൽ ആരും കൊടുക്കാൻ പറ്റാത്ത വിലക്ക് കിളിക്കുഞ്ഞ് വണ്ടി. എവിടെ കിട്ടാത്ത വിലക്കാണ് 4 ഉറുപ്പ്യക്ക്. എത്ര? 4.5 ലക്ഷം ഉറുപ്പ്യക്ക് 23 ZXL പ്ലസ്. ഓക്കെ, സെലേറിയോ ഏറ്റവും ഫുൾ ഓപ്ഷൻ സെലേറിയോ. 4.5. എന്തെങ്കിലും പണിയുണ്ടോ? ബോട്ട് മാറിയില്ല, ബമ്പർ മാറിയില്ല, ഹെഡ്ലൈറ്റ് മാറിയില്ല, റേഡിയേറ്റർ മാറിയില്ല, ബാക്ക് ബമ്പർ മാറിയില്ല, ഒന്നും മാറിയില്ല. നിങ്ങൾക്ക് കൊണ്ടുവരും വേണം മാറ്റാം. നമ്മുടെ വണ്ടി 4 ഉറുപ്പ്യ. നമുക്ക് വില കുറച്ച് കിട്ടി, നിങ്ങൾക്ക് വില കുറച്ച് തരുന്നത്. നമുക്ക് ഒരു ചെറിയ വണ്ടി 10 to 15 ഉറുപ്പ്യ, വലിയ വണ്ടി 25-30 ഉറുപ്പ്യ ഇട്ട് നമ്മളെ ഫുൾ ഹാപ്പിയാ. ഗ്യാസ് ലാഭമൊന്നും വേണ്ട. ലാഭം പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ലോണ് ആ പേപ്പർ വന്നാ ഫുള്ള് ലോണ്. ഒരു വെറൈറ്റി സാധനം കമ്പനി ഇറക്കിയില്ല. പച്ച ബ്ലാക്ക് KL56 കൊയിലാണ്ടി ഫാൻസി നമ്പർ 2018 ലീവ വി പെട്രോൾ ഫുൾ ഓപ്ഷൻ താഴെ വരുന്ന ഓപ്ഷനാണ്. 94,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ കമ്പനി 48,500 രൂപ കൊടുത്ത് ഫുള്ള് സർവീസ് എടുത്ത വണ്ടിയാണ്. സൺറൂഫ് ചെയ്താണ്. സൺറൂഫ് ചെയ്ത് വെറുതെ ചെയ്തല്ല, ഫുള്ള് സ്ലൈഡിങ് ബാക്കോട്ട് സ്വിച്ചിൽ പോകും. ഫുള്ള് സ്ലൈഡിംഗ് ആയിട്ട് ബാക്കോട്ട് പോകും. സാധാരണ ചില ചെറുവണ്ടിക്ക് സൺറൂഫ് ചെയ്യുന്നത് ജസ്റ്റ് ഉക്കിട്ടിട്ട് ഇങ്ങനെ തുറന്നിക്കുന്നത്. അതല്ല,
ഫുള്ള് സ്വിച്ചിൽ ബാക്കോട്ട് പോകുന്ന സൺറൂഫാണ്. ശരി. പിന്നെ നല്ല ഉള്ളിൽ ഫുള്ള് സ്റ്റാർലൈറ്റാ. സ്റ്റാർലൈറ്റ് മീൻസ് നമ്മൾ ലീക്ക് ഉണ്ടോ? സൺറൂഫ് ചെയ്താലേ ഇവിടെ ഗണ്ണുണ്ട്. ഗണ്ണ് അടിച്ച് ഇങ്ങനെ പിടിച്ചു തരും. ഇവിടെ വണ്ടി ഗണ്ണ് കൂടി ഗണ്ണ് 16,800 ഗണ്ണുണ്ട്. അത് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ആക്കി തരും. മഴ സ്പീഡ് പെയ്യില്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് തരും. ഒരു 15 മിനിറ്റ് മതിയോ? എന്റെ വെള്ളം ലീക്കാണ് എടുക്കണ്ട. പോരെ? ഇത് നമ്മളെ കിളിക്കുഞ്ഞ് പച്ചക്കിളി. ഇത് പച്ചക്കിളി തത്തക്കുട്ടി 2018 സിംഗിൾ ഓണർ വണ്ടി. ഇപ്പൊ 42,500 പറഞ്ഞല്ലോ സർവീസ് ചെയ്തുള്ളത്. ഒരു ക്ലെയിമും ഇല്ല, ഒരു റീപ്ലേസും ഇല്ല. ചില ബമ്പറൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെ നോക്കട്ടെ. ഇത് ഒരു ക്ലെയിം ഞാൻ ഉദ്ദേശിക്കുന്ന മേജർ പാർട്സുകളൊന്നും മാറിയിട്ടില്ല. ബോഡി പാർട്സ് മാറിയില്ല. എന്റെ സുഹൃത്തിന്റെ വണ്ടിയാണ്, ഞാൻ പർച്ചേസ് വണ്ടിയല്ല, എന്റെ സ്നേഹിതന്റെ വണ്ടിയാണ്. പണി കിട്ടും. ഇത് ഒരിക്കലും പണി കിട്ടൂല. അത്രയും കൂടാൻ കാമായിട്ടുള്ള ആളാ. അങ്ങനെ അതില്ല ചതിയിൽ വന്നില്ലാത്ത ആളാ. ശരി, നമ്മളെ മുത്ത. അപ്പൊ എത്രയാ ചോദ്യം? ഇതിന് വെറും 5,50,000 റുപ്യ. 18 വണ്ടി അല്ലേ? 18 വണ്ടി. ഇതാ ഈ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർലൈറ്റ്. അത് സ്റ്റാർലൈറ്റ് പറഞ്ഞോ? കാണിച്ചു കൊടുക്കാം. അത് കാണണം. രാത്രി ഫുള്ള് സ്റ്റാർലൈറ്റ് സ്പേസ് പോയ മാതിരി ഉണ്ടാവും. 5 രൂപ ചോദിക്കേണ്ട മാന്യമായിട്ട് കുറച്ച് കൊടുക്കുക. ഇതിന് കിട്ടും 5 രൂപ ലോണ്. 5 ലക്ഷത്തിന് സ്പേസിലേക്ക് പോകാം. 5 രൂപ ലോണ്. 5 രൂപ ലോൺ കിട്ടും. 50,000 കണ്ട് ഇറക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു ബ്ലൂ കളർ ഏറ്റവും ന്യൂ ഷേപ്പ് സെൽട്ടോസ് ആണ്. KL2 കൊല്ലം വണ്ടി. ഒരു ബ്ലൂ ആണ്, ഒരു വെറൈറ്റി ബ്ലൂ ആണ്. എന്താ ബ്ലൂ അല്ല, ഒരു എന്താ പറയാ, എന്തെങ്കിലും കളർ പറയാറില്ല. ഒരു അടിപൊളി ബ്ലൂ. 2023 മോഡൽ ന്യൂ ഷേപ്പ് HTK പ്ലസ്. HTK പ്ലസ് പെട്രോൾ മാനുവൽ 23,200 കിലോമീറ്റർ. HTK പ്ലസിൽ പുഷ്പട്ടം വരുന്നുണ്ട്. പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട്. പുഷ്പട്ടം സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അലോയ്സ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാ സാധനം വരും. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷേ ഓൾമോസ്റ്റ് സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഐറ്റംസും വയർലെസ് ചാർജർ ഇതൊന്നും ഉണ്ടാവില്ല. ബാക്കിയെല്ലാം വരും. ബാക്കി സ്റ്റാറിംഗ് കൺട്രോളിംഗ്, സ്റ്റാറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരും. വാറണ്ടി 2029 വരെ ഉണ്ട്. 28 വരെ ഉണ്ട്. 28 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന 28 വരെ വാറണ്ടി ഉള്ള 2023 23,200 കിലോമീറ്റർ വണ്ടി. ഈ വണ്ടിക്ക് ഏകദേശം 17,80,000 റുപ്യ വണ്ടിക്ക് വില വരും കേട്ടോ. 17,80 വില വരും. വെറും 11,45. 11,75,000 രൂപയ്ക്ക് ഈ ഒരു സെൽട്ടോസും ഉണ്ടാവും. പുതിയ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന വില ഞാൻ അങ്ങനെ പറയില്ല. വളരെ കുറച്ച് ചോദിക്കുള്ളൂ. വെറും 11,45. 23 സെൽട്ടോസ്. 0 ക്ലെയിം ഉണ്ടെങ്കിൽ വണ്ടി ഫ്രീ തരും. ചലഞ്ചാണ്. ചലഞ്ചാ. ഓക്കെ, അപ്പൊ നോക്കിക്കോ. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വണ്ടി. സെൽട്ടോസ് വേണ്ടേ? ക്രെറ്റ ഏതാ? KL2 കൊല്ലം വണ്ടി തന്നെയാണ്. ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് SX ഓപ്ഷനിൽ 2020 മോഡൽ. 20 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് വെന്റിലേഷൻ വരും, ഓട്ടോ ചാർജിങ് വരും, എല്ലാം വരും. 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് 1,18,200 കിലോമീറ്റർ. 1,18,200 സർവീസ് ഫുള്ള് കമ്പനി സർവീസ്. 1,18,200 250 കിലോമീറ്റർ. മാച്ച് സർവീസ് ഒക്കെ 1 ലാഖിൽ കഴിഞ്ഞു. ഇപ്പൊ ഇഞ്ചക്ടറിന്റെ പണിയോ പമ്പിന്റെ പണി അങ്ങനത്തെ പണികളൊന്നും പെൻഡിംഗ് ഇല്ല. ബ്രേക്ക് പേഡ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 14 to 18 വരെ ഏകദേശം മൈലേജ്. 14 പ്രതീക്ഷ മതി. 18 കിട്ടില്ല. 2 ലിറ്റർ അടിക്കേണ്ടി. ചിലപ്പോ കിട്ടി. 14 കിലോമീറ്റർ കൺഫേം. ഈ സാധനത്തിന് ബമ്പർ, 2 ഹെഡ്ലൈറ്റ്, AC കണ്ടൻസർ അങ്ങനെ സാധനങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ട്. അതെ, ബോണറ്റ് മാറില്ല, ഗ്ലാസ് മാറില്ല. ഗ്ലാസ് കണ്ടില്ല സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ തന്നെ അടികാറിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓൺഷിപ്പ്, സെക്കൻഡ് ഓണർ സംഭവിച്ചാണ്. ഹിസ്റ്ററി കമ്പനി ഉണ്ട്. ആരെ വന്നാൽ അവർക്ക് എടുത്ത് കൊടുക്കുക. ഇനി ഒരു കമ്പനി കൊണ്ട് കാണിച്ചോട്ടെ. ഇനി അവർക്ക് പുറത്തുള്ള ആൾക്കാരെ ചെക്ക് ചെയ്തോട്ടെ. നമ്മളെ വില ഒരു പറയണ്ട. ചെക്ക് എങ്ങനെ ഞാൻ പറഞ്ഞേ, തിരിച്ചിടുക, മറിച്ചിടുക, ആണാ നോക്കുക, പെണ്ണാ നോക്കുക ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ നമ്മളെ വില ഓല് പറഞ്ഞു കൊടുക്കണ്ട. അല്ല, നമ്മളിപ്പോ എന്താ ചെയ്യാ? പിന്നെ നമ്മളത് പഠിക്കോ, കൽപ്പണി പോവാ. ഞാനിപ്പോ എനിക്കൊരു 5,000 റുപ്യ ഒരു 5,000 റുപ്യ കോമൺ ആയിട്ട് ഒരു 5,000 റുപ്യ തന്നേക്ക് ഒരു ആവശ്യത്തിന് വിളിച്ചു, ജംഷിക്ക ആ സ്ഥലത്തിന്റെ അതിരും നിങ്ങൾ നോക്കി തരണം, അതൊന്ന് റെഡിയാക്കി തരി, ഒന്ന് അവിടെ ചൊറയാണ് ഇടപെട്ടിട്ട്. അപ്പൊ സന്തോഷത്തിന് 5,000 റുപ്യ വരും. ഈ 5,000 റുപ്യ എന്റെ മുഖത്ത് നിന്ന് വാങ്ങിയിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ? 5,000 വാങ്ങിയാൽ അതിനോട് എന്തേലും പറയണ്ടേ? ഇപ്പൊ സ്വാമിക്ക് ഒരു 5,000 സ്വാമി അത് അങ്ങോട്ട് ഇങ്ങോട്ട്, ഉസ്താ പറയും അത് ഇങ്ങോട്ട്, അച്ഛൻ പറയും ഇങ്ങനെ വെഞ്ചരിക്കാറ് അല്ലേ? കായ് വാങ്ങിയാൽ എന്തേ പറയണ്ടൊക്കെ പറ്റുമോ? ഓട്ടോമാറ്റിക് സംഭവം അല്ലേ? പറയണ്ടളിയാ. ഇന്നാര് വിമർശിച്ചോട്ടെ, പ്രശ്നമില്ല. ഏതാണോ കായ് കൊടുത്താൽ പറയണം. അപ്പൊ എന്തേലും പറഞ്ഞ ജോലി ഇത് പറയണത് സൂചിപ്പിക്കുകയാണ്. എത്രക്ക് എടുത്താൽ മതി. അത് 5-ന്റെ നേരത്തെ ഉള്ളൂ. ഓനെ കായ് വാങ്ങിപ്പോയില്ലേ? ഇതാണ് സംഭവം. അപ്പൊ ഇതിന്റെ വില 12,45. 12,70,500. അത് കുറവാണോ? ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, പനോരമിക് സൺറൂഫ് ഉള്ളതിന് അന്ന് ഇറങ്ങുമ്പോൾ 24,80,000 റുപ്യ. ഇപ്പൊ വണ്ടിക്ക് വില 23,80,000. അന്നും ഇന്നും വണ്ടിക്ക് വില മാറില്ല. വണ്ടിന്റെ മാറി എന്താണ്? സെസ് കുറഞ്ഞപ്പോൾ 1 ലക്ഷം കുറഞ്ഞു. അതിപ്പോ ഈ മാസം കൂടും ചെയ്തു. 12,75 ഡീസൽ കറക്റ്റ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ ഒരു 12 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 12 ലക്ഷം ലോൺ കിട്ടും. അടുത്തോണ്ട് ടാറ്റ
ഹാരിയർ KL1 തിരുവനന്തപുരം വണ്ടിയാണ്, ഫസ്റ്റ് ഷേപ്പ് ഹാരിയർ. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, മാനുവൽ ഗിയർ, 75,000 കിലോമീറ്റർ കൂടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ പേരിന്റെ പേര് XT എന്ന് പറയും. XT. ഇത് 0 ക്ലെയിം വണ്ടിയാണ്, ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. 4 ബ്രാൻഡ് ന്യൂ ടയർ ഉണ്ട്, ഇൻഷുറൻസ് പുതിയുണ്ട്, ഫുൾ കമ്പനി സർവീസ് പോയ വണ്ടിയാണ്. XT പുഷ് ബട്ടൺ വരുന്നുണ്ടോ? XT പുഷ് ബട്ടൺ എല്ലാം വരും, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരും. അതെ, സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സിന്റെ മാറ്റം വരും. അലോയ്സിന് ആ സമയത്ത് XTക്ക് വരും, മറ്റേനും പിന്നെ ഒരു ചെറിയൊരു ഡയമണ്ട് കട്ട് ഒരു കട്ടിങ് ഉള്ള ഒരു അലോയിലെ വരും, സിൽവർ കോട്ടിങ്. 6 എയർ ബാഗ് ഉണ്ടാവില്ല, 2 എയർ ബാഗ് ഉണ്ടാവുള്ളൂ. ഫുൾ ഓപ്ഷൻ. ബാക്കി ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം സെയിം ആണ്, സെറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 21 മോഡൽ വണ്ടി 10,90,000 രൂപ. 10,90 ഉണ്ടാവും. ഇപ്പോഴത്തെ ഹാരിയറിന്റെ സഫാരിന്റെ ഒക്കെ ഗിയർ നോബാണ്, അതൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. ഗിയർ നോബ് മാത്രമല്ല ടോപ്പാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. ശരിക്കും ജാഗ്വാർ റേഞ്ച് റോവർ റേഞ്ചിൽ തന്നെ മാറ്റിയിട്ടുണ്ട്, ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോ നല്ല ടയർ ഭാഗം എല്ലാം ഉണ്ട്, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുള്ള കളറാണ്. 21 ഡീസൽ. അതെ, ഡീസൽ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 13 to 15 ഞാനാ പറയാൻ വിചാരിച്ചു, പിന്നെ നിങ്ങൾ പറഞ്ഞോട്ടെ. അതല്ലേ, ഞാൻ അങ്ങനെ പറയും, കുറച്ച് വരെ വെറുതെ കൂട്ടി പറഞ്ഞു. 13 to 15 2000 cc. 10,90. 21 ഹാരിയർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഒരു 10 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. അടുത്ത വണ്ടി, അടുത്തതാ നല്ലൊരു വെന്യൂ KL 62. നല്ലല്ലേ? അതെ, 62 വണ്ടി, സൂപ്പർ വണ്ടി, 0 ക്ലെയിം, 70,000 കിലോമീറ്റർ ഓടി, 7 സർവീസ് ചെയ്തു, സിംഗിൾ ഓണർ, ഏറ്റവും ടോപ്പ് എൻഡ് 2019 ടർബോ ഓട്ടോമാറ്റിക്, SX പ്ലസ് ടർബോ ഓട്ടോമാറ്റിക്, 1 ലിറ്റർ എഞ്ചിനാണ്, SX പ്ലസ്, സൺറൂഫ് അടക്കം വരുന്ന ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 7,25,000 രൂപ. 7,25. 65,000 ഓടിയ 70,000. ഓക്കെ. 2019 ടയർ എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. നിലവിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലല്ലോ. ഒന്ന് കോണ്ടിനെന്റൽ ടയർ വരെ പുത്തൻ. ഓക്കെ, ഒന്നും ചെയ്യാൻ. കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂഖണ്ഡം, അതാ സാധനം വാങ്ങിട്ട്. ഭൂഖണ്ഡ ഭൂമിയിൽ ഓടാൻ വാങ്ങിട്ടത്. അതെ, ആകെ അത്ര ഭൂഖണ്ഡം, അത്രയും ക്വാളിറ്റി വണ്ടി, 0 ക്ലെയിം, സിംഗിൾ ഓണർഷിപ്പ്, എല്ലാ 0 എന്താ പറയാ, സർവീസ് ബുക്ക്, സ്പെയർക്ക് എല്ലാം ഉണ്ട്. 7,25,000 രൂപയ്ക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി. ഫുൾ ഓൺ കിട്ടോ? ഫുൾ ഓൺ കിട്ടില്ലെങ്കിലും ഒരു 50,000 രൂപ ഇടാം. 50,000. നല്ല പേപ്പറുകൾക്ക് എക്സ്ട്രാ പൈസയും കൊടുക്കുക, വേണമെങ്കിൽ ഫുൾ ഓണിൽ അധികം പൈസ കിട്ടും ചെയ്യും. ഓക്കെ. അപ്പോൾ വെന്യൂ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. 1 ലിറ്റർ ടർബോ ആണ്, മൈലേജ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 11-14 വരെയൊക്കെ ഉണ്ടാവും. ലോക്കലിലാണെങ്കിൽ 10 to 11, ലോങ്ങിലാകുമ്പോൾ ടർബോ 1 ലിറ്റർ എഞ്ചിന് ഒരു 15 വരെ കിട്ടും. 15 വരെ. ഓക്കെ. അടുത്തത് MG KL 20 രജിസ്ട്രേഷൻ ഹെക്ടർ ആണ്. ഹെക്ടറോ പ്ലസോ? ഹെക്ടറാണ്. ഓക്കെ. എങ്ങനെ? 2020 MG ഹെക്ടർ സ്മാർട്ടാണ്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, ബൈ സീറ്റിൽ സ്വിച്ച് കാര്യങ്ങളെല്ലാം നേരെ സെക്കൻഡ് വീൽ, ഷാർപ്പിന് നേരെ താഴെ സ്മാർട്ടാണ്. അലോയ് വീലും ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പും പുഷ് ബട്ടണും എല്ലാം വരും. സൺറൂഫ് ഉണ്ടാവില്ല. 74,000 കിലോമീറ്റർ കമ്പനി സർവീസ് പോയ 0 ക്ലെയിമുള്ള വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവൽ. പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പിൽ മാത്രമേ വരുന്നുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. സ്റ്റൈലിൽ വരുന്നുണ്ട്, ഷാർപ്പിൽ വരുന്നുണ്ട്, സേവിയിൽ വരുന്നുണ്ട്, പഴയലുണ്ടല്ലോ. 2022 മോഡലൊക്കെ, പിന്നെ ഓൾഡ് ഷേപ്പിൽ തന്നെ സ്റ്റൈലുണ്ട്. പിന്നെ സ്റ്റൈല് കൂടാതെ അല്ല, സ്റ്റൈല് കുറഞ്ഞ വണ്ടിയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള വണ്ടി. സ്റ്റൈൽ ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഷാർപ്പിന് അതിന് മുകളിലാണ് പുതിയ മോഡൽ സേവി വന്നത്. ഇത് ഡീസലാണ്, ഡീസൽ മാനുവൽ ആണ്. 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 15 കിലോമീറ്റർ, ഇത്രയും വലിയ വണ്ടിയാണ്. 15 കിലോമീറ്റർ. നമ്മളുടെ ഹാരിയർ സെയിം കാറ്റഗറി, അതേപോലെ ജീപ്പ് കോമ്പസ്, ഒരു കാറ്റഗറിയാണ്. പക്ഷേ ഹാരിയറിനെ കാട്ടി ഒന്നുകൂടി ലക്ഷറി ഫീൽ ഉണ്ടാവും വണ്ടിനകത്ത്, ഒരു ലക്ഷറി ഫീല്. പിന്നെ വോയിസ് കമാൻഡിംഗ് എല്ലാം അങ്ങനെ ഹാരിയറിനെ കുറക്കണ്ട. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. റേറ്റിംഗ് ഉണ്ട്, അല്ലാതെ അകത്ത് കയറി ആ ഫീലാ പറഞ്ഞത്. ഒന്നിനും മോശം ആ ഫീലിലാണ് വണ്ടി പോകുന്നത്. അകത്ത് കയറി ഭയങ്കര ഫീലിലാണ്. ആ നെടുമ്പരേന്ന് കൊട്ടാരത്തിൽ കയറിയമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവുക. ഇനി നമ്മൾ ചോദിക്കുന്ന വില 9,75,000 രൂപ. 9.25 ലക്ഷത്തിന് 2020 വണ്ടി MG ഡീസൽ മാനുവൽ കൊണ്ടുപോകാം. ഓക്കെ. ലോണൊക്കെ നമ്മൾ ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. വീണ്ടും ചെറിയ വണ്ടിയാണ്. KL 55 രജിസ്ട്രേഷൻ, തിരൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു റിഡ്സ്. റിഡ്സ് VDI 2016 കൂടി റിഡ്സ് നിൽക്കുക. 2016 റിഡ്സ് VDI ABS ഉള്ള 4 ടയർ പുതിയത്, ബാറ്ററി പുതിയത്, ഇൻഷുറൻസ് പുതിയത്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, ടൈം ബെൽറ്റ് കാര്യങ്ങളെല്ലാം മാറി. 1,20,000 കിലോമീറ്റർ വണ്ടി, 4,10,000 രൂപ. 16 VDI 410 സിംഗിൾ ഓണർഷിപ്പ്. മാറി. ഈ നിങ്ങൾ ചിലപ്പോൾ 70-80 റിഡ്സ് ഒന്നും ശരിക്കും 70-80 ആയിരിക്കില്ല. ഈ 16 വണ്ടിയൊക്കെ എന്തായാലും കിലോമീറ്റർ ഓടും. റയറിന്റെ റയർ കേസ് ഉണ്ടാവുള്ളൂ. ഇത് അത് ആ ഓണർ പറയുന്ന അങ്ങനെ തന്നെ ഉണ്ടാവും, സിംഗിൾ യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവും.
ഇത് 1,20,000 കൂടി കമ്പനി ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം മാറി പുതിയ ബാറ്ററി വെച്ചു. ഈ വണ്ടി ചോദിക്കുന്ന വില 4,10 2016 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അപ്പോൾ മൈലേജിലൊരു വണ്ടി കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പർ സർവീസ് ആണെങ്കിൽ കുറെ കാലം പ്രോപ്പർ സർവീസ്, എഞ്ചിൻ നമുക്ക് ഫുൾ പക്കയാണ്. ആ റിറ്റ്സ് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. 3,80,000 കിലോമീറ്റർ ഓടിയ ഡീസൽ റിറ്റ്സ് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ടൈം ബെൽറ്റ് മാറ്റി ആ 5,000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ബാക്കി എല്ലാ ഭാഗം ഫുൾ പക്കയാണ് ഉണ്ട്. ടയർ ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ ടയർ 4. പ്രൈസ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും? കുറച്ച് കൊടുക്കാം, നോക്കാം. അടുത്തത് ഹെക്ടർ പ്ലസ് ആണ്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. 6 സീറ്റർ ആണ് ഇത് വരിക. അതെ അതെ. എങ്ങനെ ഇത് 2021 മോഡല്. 6 സീറ്റർ അല്ല, 7 സീറ്റ് ആണത്. 7 സീറ്റ് ആണ്. 6 സീറ്റർ ആണ് സമയത്ത് നടുക്ക് മറ്റേ ക്യാപ്റ്റൻ സീറ്റാ വരിക. ഇത് ബെഞ്ച് സീറ്റാ വരിക. ഇത് പിന്നെ MG ഹെക്ടർ സെലക്ട് പ്രോ ഡീസൽ മാനുവൽ. സെലക്ട് പ്രോ. അതെ, സെലക്ട് പ്രോ. സ്മാർട്ടിന് മുകളിലാണ്. പനോരമിക് റൂഫ് എല്ലാം വരുന്ന ഷാർപ്പിന് നേരെ താഴെ വണ്ടിയാണ്. പക്ഷെ ഷാർപ്പിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. വ്യത്യാസം എന്താ വെച്ചാൽ ഈ ഓഡോമീറ്ററിനകത്ത് പിന്നെ 3 കള്ളി മറ്റേ വരും, ഇതിന് 2 കള്ളിയാണ് വരിക. സീറ്റ് സെയിം ആണ്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ സിസ്റ്റം എല്ലാം സെയിം ആണ്. 2021 മോഡലാണ്. ഡീസൽ മാനുവൽ ആണ് വാഹനം. പിന്നെ ഹെക്ടർ പ്ലസിലേക്ക് വരും ഫേസ് മാറും. ഹെക്ടറിന്റെ ഫേസും ഹെക്ടർ പ്ലസിന്റെ ഫേസും വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു മാറ്റം. ഇത് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 21 സെലക്ട് പ്രോ ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിക്ക് 24 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. 24 ലക്ഷം രൂപ വില വരുന്ന വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ സിറ്റി ലെക്സ് മോട്ടോർ ചോദിക്കുന്ന വില വെറും 10,25,000 രൂപ. ഏകദേശം പാതിന്റെ അടുത്തേക്ക് ഒരു 7-8 ആൾക്ക് സുഖമായിട്ട് പോവാ. ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ വർഷം ലക്ഷറി ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വർഷം നവംബർ വരെ കമ്പനി വാറണ്ടി ഉണ്ട്. MGന്റെ കമ്പനി വാറണ്ടി. ഇത് കഴിഞ്ഞാൽ ഇല്ല 5 വർഷം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാറണ്ടി എടുക്കാം. കമ്പനി വാറണ്ടി 5 വർഷം കിട്ടുള്ളൂ. പുറത്തുനിന്ന് വാറണ്ടി എടുക്കാൻ പറ്റും പൈസ കൊടുത്തു കഴിഞ്ഞാൽ. പുറത്തുനിന്ന് അഡീഷണൽ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്ത് നമുക്ക് വാറണ്ടി 1 ഇയറോ 2 ഇയറോ ഒക്കെ എടുക്കാം. ഈ വണ്ടിക്ക് നമുക്ക് നല്ല കസ്റ്റമറാണ് ഒരു 12 ലക്ഷം രൂപ വരെ ലോണും പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് 10,20,000 ചോദിക്കുന്നത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ. വേറെന്താ പറയാനുള്ളത്? ഞാൻ ഒന്നും പറയാനില്ല. അതിന്റെ മൈലേജും പറഞ്ഞു, വിലയും പറഞ്ഞു, ഫുൾ ലോണ് അങ്ങോട്ട്. അടുത്തത് ഒരു ബ്ലാക്ക് ഹാരിയർ ഡാർക്ക് എഡിഷൻ. ടോപ്പിന് ഡാർക്ക് എഡിഷൻ XZ A+. 2022 XZ A+, 58,000 കിലോമീറ്റർ 60 സർവീസ് ചെയ്തു. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മേജർ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. അണ്ടർ വാറണ്ടി. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല. അണ്ടർ വാറണ്ടി നിൽക്കുന്ന വാഹനം. ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് 2022 ഡാർക്ക് എഡിഷൻ ഇറങ്ങുമ്പോൾ 28,50,000 രൂപയുടെ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വെറും 15,75,000 രൂപ. 2022 ഡാർക്ക് എഡിഷൻ ഓട്ടോമാറ്റിക്. ഈ ഒരു ഷേപ്പ് ഇപ്പൊ വരുന്നില്ല. അപ്പൊ ഈ ഷേപ്പ് നോക്കി നടക്കുന്നവരുണ്ടാവും. അതെ അതെ. കാരണം ഇപ്പൊ മാറി. ഇപ്പൊ മൊത്തത്തിൽ ഇത് ഈ വണ്ടി 22 വണ്ടി 15,300 ആർക്കും തരാൻ കഴിയില്ല. ഈ ബൈപ്പാസിൽ തന്നെ 16,300 ചോദിക്കുന്നവരുണ്ട്, 16 ചോദിക്കുന്നവരുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്ന വില വെറും 15,300 ഇനി ഞാൻ വില കുറച്ച് കൊടുക്കും. വില കുറച്ച് തരും. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോ വാറണ്ടി കഴിഞ്ഞിട്ട് പ്രത്യേകത 22 2 ടൈപ്പ് വണ്ടി ഉണ്ട്. 22 ഈ ഒരു ഫ്ലൈറ്റ് പോലത്തെ എംബ്ലം വരുന്ന സീറ്റ് വരുന്ന വണ്ടിയാണത്. അതേപോലെ 22 സീറ്റ് വെന്റിലേഷൻ വരാത്ത വണ്ടിയുള്ളത്. 22 വണ്ടി പഴയ വണ്ടി സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ വരും. അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 22 2 ടൈപ്പ് വണ്ടി വരുന്നുണ്ട്. അതാണ് ആ വണ്ടിന്റെ വിലയാണ് പറഞ്ഞത്. ഇപ്പൊ വണ്ടിന്റെ വിലയാണ് പറഞ്ഞത് പുള്ളി. 22 പുതിയ മോഡൽ വണ്ടി. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് MGയുടെ 5 സീറ്റർ 7 സീറ്റർ കണ്ടു. അടുത്തതാ ടാറ്റയുടെ സഫാരിയാണ് 7 സീറ്റർ. KL37 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? 2022 സെയിം മോഡൽ തന്നെ. 2022 70,000 കിലോമീറ്റർ ഓടിയത്. 70,000 കിലോമീറ്റർ ഓടി ഫുള്ള് കമ്പനി സർവീസ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 22 മോഡലാണ്. പിന്നെ ഓട്ടോമാറ്റിക്. ഓപ്ഷൻ XTA+. മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസലാണ്. 2 പേരിന്റെ വില XZ A+, XTA+. പിന്നെ XMA എന്ന് പറഞ്ഞ ബേസ് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട്. അതല്ല, ഇതിൽ പനോരമിക് റൂഫും പുഷ് ബട്ടണും അലോയ് വീലും ബാക്ക് വൈപ്പറും ഡീഫോഗറും ഫോഗ് ലാമ്പും എല്ലാം വരുന്ന വണ്ടി. അന്ന് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് XTAക്ക് പിന്നെ 27 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില 15,50,000 രൂപ. 15,500,000 നിങ്ങൾക്ക് 2022 ഡാർക്ക് എഡിഷൻ സഫാരി ഫുൾ ലോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇതെല്ലാം വില കുറവാട്ടോ. ഒന്നിനും വില കുറച്ച് ഈ സെയിം ഹാരിയർ എന്ത് വില കിട്ടുന്നു അത് തന്നെ 13 to 15. ഫോർച്യൂണർ KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി 2,90,000 കിലോമീറ്റർ. 2013 ടൂ വീലർ ഓട്ടോമാറ്റിക് 2,90,000 കിലോമീറ്റർ വെറും 10 ലക്ഷം രൂപ. 10 ലക്ഷത്തിന് ഒറിജിനൽ കേരള ടൂ വീൽ ഓട്ടോമാറ്റിക് 2013 വണ്ടിയാണ്. കേരള വണ്ടി 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് 290 ഒറിജിനൽ കേരള വണ്ടി 10 ലക്ഷം രൂപ.
ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ലല്ലോ? ഒന്നും ചെയ്യാനില്ല, ഡീസൽ അടിച്ച് ഓടിയാൽ മതി, വേറെ കുഴപ്പമില്ല. വണ്ടി ഫുൾ പക്ക സർവീസ്, ടയർ ഭാഗം ഫുള്ളൊക്കെ ഫുൾ പക്കയാണ്, കൂടി സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല വണ്ടി. 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്, 290 ഓടിക്കുന്നത് 10 രൂപ. ഈ സെയിം സാറിന്റെ കയ്യിലുണ്ട് ഒരു ഓണർഷിപ്പുള്ള വണ്ടി, ലെക്സസിന്റെ കിറ്റുള്ള വണ്ടി. അതിനെ ചോദിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ലെക്സസിന്റെ കിറ്റ് കയറ്റി വണ്ടി ആദ്യം അഡ്വാൻസ് ആയ വണ്ടി അതാണ്, ഫസ്റ്റ് അഡ്വാൻസ് ആയ വണ്ടി. 50,000 രൂപ അഡ്വാൻസ് എന്ന് പുള്ളി അഡ്വാൻസ് ആകുമ്പോൾ പറഞ്ഞു എനിക്ക് ലോൺ വേണം. അപ്പോൾ ലോൺ പാസ്സായാലും റെഡിക്കേഷൻ എടുക്കാറുണ്ട്. പുള്ളി വലിപ്പിച്ച് പുള്ളിക്ക് ലോൺ പാസ്സായപ്പം പുള്ളിക്ക് 30 മാസം പാസ്സായപ്പോൾ അത് വേണ്ട. ലാസ്റ്റ് നമ്മൾ അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്ന് മൂപ്പര് വന്ന് വാങ്ങിപ്പോയി. കുറെ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്, എത്രയോ ആൾ വെയിറ്റിംഗ് ഉണ്ട്. ആ വണ്ടിക്ക് അല്ല 50,000 വാങ്ങിയല്ലേ, അപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. മൂപ്പര് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ലോൺ ഇല്ലെങ്കിൽ ഞാൻ റെഡിക്കേഷൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഇതാക്കണം, ടീൻ സസ്പെൻഷൻ ചെയ്ത് ലെക്സസിന് കിറ്റ് കയറ്റി വണ്ടിയുടെ കിടക്കാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച വണ്ടിയാണ്, അത് ഫസ്റ്റ് ബുക്കിംഗ് എടുത്ത വണ്ടിയായിരുന്നു. പക്ഷേ ഇങ്ങനെയായി. അപ്പോൾ അന്ന് കണ്ട ആരെങ്കിലും അത് വേണമെങ്കിൽ അവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട ജാസ് ആണ് അടുത്ത വാഹനം, KL 63 രജിസ്ട്രേഷൻ. ഇതിലിപ്പോൾ ഫ്രണ്ട് തന്നെ കാണുന്ന ഒരു ഹെഡ്ലൈറ്റ് പൊട്ടി കിടക്കുകയാണ്. അത് പുതിയ വാങ്ങി വെച്ചിട്ടുണ്ട്, കുടിക്കിട്ടില്ലാണുള്ളൂ. അനിയന്റെ സംഭവിച്ച ഗ്ലാസ് മാത്രമല്ല, ഫുള്ള് റീപ്ലേസ് ചെയ്യണം. സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കും. 2015 മോഡലാണ് വി. 2015 വി മാനുവൽ 74,000 കിലോമീറ്ററോടെ ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നമ്മൾ ചോദിക്കുന്ന വെറും 3,75,000 രൂപ മാനുവൽ. ഓക്കെ, 3.25 ലക്ഷത്തിന് 2015 വി ഓപ്ഷൻ ജാസ് ആണ്. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. നല്ല സുഖമുണ്ടാവും ഓടിച്ചൊക്കെ കൊണ്ടുപോയി. അത്യാവശ്യം മൈലേജ്. ഹെഡ്ലൈറ്റ് മാറി ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ ഹെഡ്ലൈറ്റ് മാറാനുള്ളൂ, വേറെ പോളിഷ് ചെയ്യാൻ. നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് വണ്ടി, നല്ല ഇന്ത്യയിലൊക്കെ ഫുൾ പക്കയാണ്. ടയേഴ്സും ഉണ്ട് അത്യാവശ്യം, ഒരു 12-15 റേഞ്ച് മൈലേജും കിട്ടുന്ന. അതെ, ലോങ്ങിലൊക്കെ അധികം മൈലേജ് കിട്ടും ചെയ്യും. ലോൺ എത്ര കിട്ടും? ലോണൊക്കെ നമുക്ക് അതിന് അടുപ്പിച്ച് തന്നെ പാസ്സാക്കാം, ഒരു 3.4-3.5 വരെ പാസ്സാക്കാം. ഏകദേശം ഫുൾ ലോൺ. ഓക്കെ, താല്പര്യമുണ്ട് വിളിച്ചോ. അടുത്ത വണ്ടി 2 താറുകൾ ഇതാ, നമുക്ക് 2 പരിചയപ്പെടാം. ആദ്യം ബ്ലാക്ക് തുടങ്ങാം. ബ്ലാക്ക് 2021 മോഡൽ 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. അതെ, ഏറ്റവും ടോപ്പ് ആൻഡ് പെട്രോൾ ബ്ലാക്ക്. 50,000 കിലോമീറ്റർ ഓടിയത് 21 50,000 കിലോമീറ്റർ ഓടി. ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. മാനമാട്ടിൽ ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള 2021 മാനമായിട്ട് ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള 2021 ബ്ലാക്ക് താറ് 12,75,000 രൂപ. 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. 0 ക്ലെയിം ആണ്, സിംഗിൾ ഓണർ ആണ്, 0 ക്ലെയിം ആണ്. 12,75. ഓക്കെ, അപ്പുറത്ത് 2023 മോഡൽ, അതും സെയിം 4x4 ഡീസൽ ഓട്ടോമാറ്റിക് മാന്യമായി ഫിറ്റിംഗ്സ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് 21 സെയിം വണ്ടിയാണ്. ഡീസൽ 23 ബട്ടർഫ്ലൈ എംബ്ലം വരുന്നത്. ഇത് ഓൾഡ് ഷേപ്പ്, അത് ന്യൂ ഷേപ്പ്. ബട്ടർഫ്ലൈ അല്ലേ. 23 4x4 ഡീസൽ ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ ഓടിയത് വെറും 16.25. 16,75,000. ഇപ്പോഴത്തെ താറിന്റെ റേറ്റ് എങ്ങനെയാണല്ലേ? ഇപ്പോഴത്തെ പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 19,60,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 20,70,000 രൂപയാണ് വില. ഓൺ റോഡ് പ്രൈസ് വില 50,000 രൂപ കൂടാൻ വേണ്ടി പോവാണ്. പിന്നെ മാറാൻ ആദ്യം കുറഞ്ഞ GST. പിന്നെ താറ് എപ്പോഴും കമ്പനി വില വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. താറ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ മിനിമം 1 ലക്ഷം ചെലവാക്കണം, മിനിമം. അല്ല, അതത്രേ ഉള്ളൂ. താറ് ലിവ പോളോ ഇതൊക്കെ വെച്ചാല് പഴയ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ ഫിറ്റിംഗ്സ് കയറ്റുമ്പോൾ അത് ലോഡ് ചെയ്യുന്നതനുസരിച്ചാണ് വില. നമ്മൾ ചോദിച്ച വില വളരെ മാന്യമായ വിലയാണ്. 23 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വെറും 16.25 റെഡിന്. അതെ, പെട്രോളിന് വെറും 12.25 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ലോൺ മാക്സിമം കിട്ടും. മാക്സിമം ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി നമ്മളൊരു വണ്ടി വരാൻ പോണേ. ആയിക്കോട്ടെ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ജാഗ്വർ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ജാഗ്വർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് 2017 മോഡൽ. 17 മോഡൽ. ഇത് 2018 മോഡൽ. അത് 2017 പെട്രോൾ കാണിച്ച്. ഇത് 2018 ഡീസലാണ്. ഡീസൽ XE പ്രസ്റ്റീജ് പോർട്ട്ഫോളിയോ. അതെ, ഓക്കെ, പോർട്ട്ഫോളിയോ 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് 88,000 കിലോമീറ്റർ ഓടി. ഫുള്ള് കമ്പനി സർവീസ് പോയ വണ്ടി. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. നമ്മൾ കേരള വണ്ടി ചെയ്യുന്നുള്ളൂ, പ്രത്യേകം ചോദിക്കണം. കേരള വണ്ടി അല്ല, നമ്മളെപ്പോഴും പറഞ്ഞിട്ടില്ല നമ്മൾ കേരള വണ്ടി മാത്രമേ. അതർ വണ്ടികൾ എത്ര ലാഭം കിട്ടി നമ്മൾ ചെയ്യണില്ല. അല്ല, ഇടക്ക് അത് വെക്കും, നമ്മൾ എടുക്കില്ല. നമ്മൾ കേരള. ഇത് നമ്മൾ പർച്ചേസ് വണ്ടിയാണ്. 2018 മോഡൽ ജാഗ്വർ XE പ്രസ്റ്റീജ് പോർട്ട്ഫോളിയോ. പിന്നെ യാതൊരു ക്ലെയിമും ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല, വർക്കൊന്നും പെൻഡിങ് ഇല്ല. 85,000 ആ സർവീസ് കമ്പനി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 88,000 കിലോമീറ്റർ ആയി. 1 ലാഖില് 1 ലാഖില് അല്ലെങ്കിൽ 120. അതെ, 60 മേജറും പിന്നെ 120 മേജർ 120. അതെ, ഇനി അടുത്ത സർവീസ് 1 ലാഖിലാണ് വരുന്നത്. അതെ, പിന്നെ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. എറണാകുളം നമ്പറാണ്, ഫാൻസി നമ്പർ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് വെറും 18 ലക്ഷം രൂപയാണ്. നമ്മൾ പെട്രോൾ വണ്ടിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 16 ലക്ഷം രൂപയാണ്. അത് വീഡിയോ ഇറങ്ങി പിറ്റേ തന്നെ ഫുൾ ക്യാഷ് റെഡി ക്യാഷിന് പോയി. ഇത് 2018 മോഡൽ ഡീസലാണ്, മറ്റേ പെട്രോൾ ആയിരുന്നു. ഡീസൽ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് വെറും 18 ലക്ഷം രൂപയാണ്. 18 ലക്ഷത്തിന് ഒറിജിനൽ കേരള 2018 മോഡൽ 86,000 കിലോമീറ്റർ ഓടിയ
ഈ ഒരു ജാഗ്വാർ XC പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? അതെ അതെ, വണ്ടി ഫുൾ പക്കാ നീറ്റാണ്. ലോൺ എത്ര കയറാൻ ചാൻസ്? ലോൺ ഫുൾ ലോൺ കയറും. കഴിഞ്ഞ അതിന് ഫുൾ ലോൺ കിട്ടി. കഴിഞ്ഞ ആൾക്ക് ലോൺ വേണ്ടായിരുന്നു, ഫുൾ റെഡി ക്യാഷ്. റെഡി ക്യാഷ്. സോറി. അപ്പോൾ ഇതെന്തായാലും ഫുൾ ലോണും കിട്ടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഒറിജിനൽ കേരള ചെറിയൊരു പൈസ ലക്ഷറി കാർ, നല്ലൊരു ലക്ഷറി, നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്, നല്ല മെയിൻറ്റെയിൻ, ഫുൾ കമ്പനി മെയിൻറ്റെയിൻ ആണ്. പിന്നെ പുറത്തും ചെയ്തില്ല, വണ്ടി ഫുൾ പക്കയാണ്. റീപ്ലേസോ മറ്റേ റീപെയിൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒന്നുമില്ല, വണ്ടി ഫുൾ പക്ക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 2015-17 Q5 സ്റ്റോക്ക് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത് എറണാകുളം വണ്ടി തന്നെ. അതിന് നമ്മൾ ഒറിജിനൽ കേരള വണ്ടി. ആ വണ്ടി നമ്മൾ ചോദിക്കും വെറും 13,50,000 രൂപ. Q5 അതെ, S-Line നെറ്റഡ് ഓപ്പൺ ഒറിജിനൽ കേരള വണ്ടി. ഓഡി Q5 ആണ്. അതെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വെന്യൂ ഡീസൽ ഓട്ടോമാറ്റിക്, സോറി വെന്യൂ ഡീസൽ മാനുവൽ, വെന്യൂ പെട്രോൾ ഓട്ടോമാറ്റിക് മോഡൽ കൂടി വണ്ടി. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പിന്നെ ഫോർച്യൂണർ കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടി 2016 4x4 ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ 14 2 വീൽ ഓട്ടോമാറ്റിക് ലൈസൻസ് കിറ്റ് വണ്ടി ഉണ്ട്. പിന്നെ കാരൻസ് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ബ്ലാക്ക് വണ്ടി 50 ഓടിയത് കാരൻസ് ഡീസൽ ഓട്ടോമാറ്റിക്. 2018 അൾട്ടീസ് ഉണ്ട് 40,000 ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഈ വണ്ടി ഇപ്പോൾ കാണിക്കാൻ പറ്റാത്ത വണ്ടി ഒന്ന് പോളിഷിലാണ്, ഒരെണ്ണം ഡെലിവറി കിട്ടില്ലാതായിട്ടാണ്. അപ്പോൾ എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സിറ്റി ലക്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലേക്ക് ഏത് സമയത്ത് വേണം വിളിച്ചോളിട്ടോ. ഇന്ന സമയമൊന്നുമില്ല, രാത്രി 9, 10 ഇല്ല, 12 മണിക്ക് 1 മണിക്ക് വിളിച്ചോളി. ചെക്കന്മാർ സ്റ്റഡ് ചെയ്ത് നിൽക്കുക, റെഡിയാ. പ്രവാസികളുണ്ടാവും ചിലപ്പോൾ വിളിക്കുന്ന പ്രവാസികൾ മടി കൂടാണ് വിളിച്ചോളി. 1 മണിക്ക് വിളിച്ചാൽ കൊണ്ടുപോകാൻ ചാടി എണീച്ച് ഫോൺ എടുക്കും. പോരെ, അപ്പോൾ സംഭവം സെറ്റായില്ലേ? നമ്മളെല്ലാ കിളിക്കുഞ്ഞു വണ്ടികളൊന്നും കാണിച്ച എല്ലാ കിളിക്കുഞ്ഞുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ.